ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാം. അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ സന്ദേശം. ഇനി ദൈവം നൽകിയ ആദ്യത്തെ സന്ദേശം പൊങ്ങൻ ഒന്നറിയിക്കാം. 7-ാമത്തെ വയസ്സിൽ ഓടയിൽ നിന്ന് എന്ന ചലച്ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയം തുടങ്ങിയ ഒരു മനുഷ്യൻ എന്ന നിലയിൽ സിനിമയെ പ്രാണവായു പോലെ സുരേഷ് ഗോപി ഗണിക്കുന്നതും സിനിമയില്ലെങ്കിൽ ചത്തുപോകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നതും തെറ്റായി ഒരു ഹൈന്ദവ ദൈവം പോലും കാണുന്നില്ല. എന്നാൽ അതിൽ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന കാര്യം സുരേഷ് ഗോപി തീർച്ചയായും ഓർക്കണമെന്ന് ദൈവങ്ങൾ അഭിപ്രായ വ്യത്യാസം കൂടാതെ അറിയിച്ചിരിക്കുകയാണ്. 2015-ലെ മൈ ഗോഡ് എന്ന സിനിമയ്ക്ക് ശേഷം 2020-ൽ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രം ചെയ്യുന്ന കാലം വരെയുള്ള 5 കൊല്ലങ്ങൾ സിനിമകളില്ലാതെ വീട്ടിലിരുന്ന സമയത്തും സുരേഷ് ഗോപിക്ക് ജീവനുണ്ടായിരുന്നു എന്ന കാര്യം മറക്കരുതെന്ന് പറഞ്ഞത് പരമശിവനാണ്. സാക്ഷാൽ പരമശിവൻ. അതുകേട്ട് നീലകണ്ഠന്റെ കഴുത്തിൽ പത്തി വിടർത്തി നിന്ന നാഗരാജൻ ശരിയെന്ന മട്ടിൽ തലകുലുക്കുകയും കുമാര മരമന്നനെ അനുസ്മരിപ്പിക്കും